കുട്ടേട്ടൻ അവാർഡ് കാണും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കണ്ടു തുടങ്ങിയതാണ്. അപ്രതീക്ഷിതമായി ബെസ്റ്റ് എഡിറ്റിംഗ് പൂക്കാലം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അൽഫോൺസ് പുത്രന്റെ ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടാണ് നമ്മളെല്ലാവരും ഇൻസ്പയർ ആവുന്നതും. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു എഡിറ്റർ എന്നുള്ള രീതിയിൽ ഒരുപാട് സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് റീൽസ് ഇപ്പോൾ കണ്ട് തന്നെ പല എഡിറ്റിംഗ് ഐഡിയാസ് നമുക്ക് കിട്ടുന്നുണ്ട്. വിജയരാഘവൻ സാറിന്റെ ഒരുപാട് പെർഫോമൻസുകൾ എനിക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളൊരു ചെറിയൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. എഡിറ്റ് ഒരു പടത്തെ സേവ് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണോ? സ്ലംഡോഗ് മില്ലിയണർ ആക്ച്വലി ഞാൻ ആദ്യം കാണുമ്പോഴല്ല, ഞാൻ പിന്നെ അത് രണ്ടാമതോ മൂന്നാമതോ കാണുമ്പോൾ ശ്രദ്ധിച്ചപ്പോൾ തോന്നിയതാണ്. ആ സിനിമയിൽ ഈ പറയുന്ന പോലെ ഈ ഇതുവരെ വേൾഡിൽ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ എഡിറ്റിംഗ് ടെക്നിക്സും യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. മികച്ച എഡിറ്റിങ്ങിനുള്ള ദേശീയ അവാർഡ് ലഭിച്ച മലയാളി എഡിറ്റർ മിഥുൻ മുരളിയാണ് ദ ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ. നമസ്കാരം. നമസ്കാരം. ആദ്യമേ തന്നെ ഈ ദേശീയ അവാർഡിന് ബെസ്റ്റ് എഡിറ്റിംഗ് ഒട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. വിജയരാഘവന്റെ അവാർഡ് വീണ്ടും പ്രതീക്ഷിച്ചിരുന്നു, ബെസ്റ്റ് എഡിറ്റിംഗ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു പറഞ്ഞു. എന്താണ് ശരിക്കും ഇപ്പോഴത്തെ ഫീലിംഗ്, ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? ഒരു 2 ദിവസം കഴിഞ്ഞുകൊണ്ട് കുറച്ച് പീസ്ഫുൾ ആണ് ആക്ച്വലി. പക്ഷെ ആ സമയത്ത് പറഞ്ഞ പോലെ കാര്യം അനൗൺസ്മെന്റ് പെട്ടെന്നായിരുന്നല്ലോ. ഒരു ഈവനിങ് 4 മണിക്ക് വന്നിട്ടാണ് പ്രസ് മീറ്റിൽ പറഞ്ഞ് ഇന്ന് 6 മണിക്ക് നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുമെന്ന്. സോ ആ ടൈമിൽ അധികം ആൾക്കാർ അറിഞ്ഞില്ലായിരുന്നു നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നുണ്ടെന്ന്. ഞാൻ തന്നെ ട്വിറ്ററിൽ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഓക്കെ ഇന്ന് പ്രഖ്യാപിക്കും. അങ്ങനെ കുട്ടേട്ടൻ അവാർഡ് കാണും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കണ്ടു തുടങ്ങിയതാണ്. പെട്ടെന്ന് അപ്രതീക്ഷിതമായി ബെസ്റ്റ് എഡിറ്റിംഗ് പൂക്കാലം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഫ്ലാറ്റിൽ. അതാണ് ഏറ്റവും വലിയ കോമഡി. എന്താ വെച്ചാൽ ആരും ഇല്ല, എനിക്കിതിപ്പോൾ ആരോടെങ്കിലും പറയണം, ഇവിടെ ആരും ഇല്ലല്ലോ അയ്യോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ നിമിഷം ഗണേശനെ വിളിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല. ഐ മീൻ ഫോൺ എൻഗേജ്ഡ് ആയിരുന്നു അവൻ്റെ. കോൾസ് വന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവർക്കും. പിന്നെ അവിടെ നിന്ന് പിന്നെ അടുത്ത ഒരു 1.5 ദിവസത്തേക്ക് എന്താ സംഭവിച്ചത് എനിക്ക് ഓർമ്മയില്ല. കോള് വരുന്നു, എടുക്കുന്നു. ആ ഒരു ഹാപ്പിനെസ് തന്നെ ആയിരുന്നു. ലൈക്ക് വളരെ സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത് ആക്ച്വലി, ഒട്ടും പ്രതീക്ഷിക്കാതെ. അത് കഴിഞ്ഞ ഉടനെ തന്നെ വിജയരാഘവനും അവാർഡ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ എന്ന് കിട്ടിയപ്പോഴത്തേക്കും അത് ഇരട്ടി മധുരം എന്ന് പറയുന്ന പോലൊരു സംഭവമായി മാറി. സോ ഹോൾ ക്രൂ ഓഫ് പൂക്കാലത്തിന് ഒരു നല്ലൊരു ദിവസങ്ങളായിരുന്നു അത് ആക്ച്വലി. ഇപ്പോൾ പൂക്കാലം സിനിമ ഏതെങ്കിലും ഘട്ടത്തില് ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് മുമ്പ് ചെയ്ത വർക്ക് നോക്കുകയാണെങ്കിൽ പൂക്കാലം ഏതെങ്കിലും രീതിയിൽ ഓക്കെ ഇതിന്റെ വർക്ക് ഏതെങ്കിലും രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും രീതിയിൽ സ്പെഷ്യൽ ആണ് എന്നൊരു ഫീലിംഗ് ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു? ഉണ്ട്. കാര്യം ഇത് കംപ്ലീറ്റ്ലി നമ്മൾ യൂഷ്വലി കാണുന്ന രീതിയിലുള്ളൊരു സിനിമയെന്ന് പറയാൻ പറ്റില്ല ഒരു പോയിന്റ്. കാരണം കുറച്ച് ഇപ്പോൾ സിനിമ കണ്ടാൽ അറിയാം, അത് ഒരു ഗണേഷ് അതൊരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിൽ കൂടെ പറയാം എന്ന് ആലോചിച്ച് ചെയ്തതാണ്. ഗണേഷും ആനന്ദും അവർക്കൊരു വെസ് ആൻഡർസൺ സ്റ്റൈൽ പിടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ നമ്മൾ ആസ്പെക്ട് റേഷ്യോസ് കുറച്ച് മാറ്റി കളിച്ചിട്ടുണ്ട് സിനിമയിൽ. 4 കാലഘട്ടം 4 ആസ്പെക്ട് റേഷ്യോസിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സാധനങ്ങൾ ട്രൈ ചെയ്തൊരു സിനിമയാണ്. പ്ലസ് ഈ പറയുന്ന പോലെ വിജയരാഘവൻ സാറ് ഒരു 100 year old ആയിട്ട് അഭിനയിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നൊരു ക്യൂരിയോസിറ്റി കാണുമല്ലോ. നമ്മൾ സ്ക്രിപ്റ്റ് കിട്ടി, ഞാനും ഗണേഷും ഒക്കെ സ്ക്രിപ്റ്റിനെ കുറിച്ച് വായിക്കുമ്പോഴത്തേക്കും പുള്ളി ഇത് ഉറപ്പായിട്ടും പുൾ ഓഫ് ചെയ്യും എന്ന് ഞങ്ങൾ കോൺഫിഡൻസ് ആയിരുന്നു. അതിൽ യാതൊരു സംശയമില്ലായിരുന്നു. പുള്ളി ഓൺ ആയി കഴിഞ്ഞാൽ അത് നല്ല എന്താ പറയുക, പുള്ളിയുടെ ഇത്രയും വർഷത്തെ ഏറ്റവും എക്സ്പീരിയൻസ് വെച്ചിട്ട് പുള്ളിയുടെ ബെസ്റ്റ് പെർഫോമൻസ് പുള്ളി തരും എന്ന് ഉറപ്പുണ്ടായിരുന്നു. സോ അത് കാണുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് എക്സൈറ്റ്മെന്റ് ഈ സിനിമയിൽ. അത് ഷൂട്ടെല്ലാം കഴിഞ്ഞ് റഷസ് കിട്ടിയപ്പോഴത്തേക്കും സെയിം തിങ്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ മനോഹരമായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ എഫേർട്ട്, പുള്ളിയുടെ കമ്മിറ്റ്മെന്റ് എല്ലാം ആ 4 hours ഇരുന്ന് വേണം മേക്കപ്പ് ഇടാൻ. അപ്പം എല്ലാ ദിവസവും അത്രയും ഇരുന്ന് ചെയ്ത് വന്ന ഒരു കംപ്ലീറ്റ് പുള്ളിയുടെ ആ ഇട്ടൂപ്പ് എന്ന് പറഞ്ഞ ക്യാരക്ടർ പുള്ളി മാറിക്കഴിഞ്ഞ് ചെയ്യുന്ന പരിപാടികൾ വളരെ ഒരു എക്സൈറ്റിംഗ് തിങ് ആയിരുന്നു. അപ്പം സെയിം തിങ് KPSC ലീല എന്ന് പറഞ്ഞ പുള്ളിക്കാരി തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു. കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ലീലാമ്മയുടെ പെർഫോമൻസും ഈ പറയുന്ന പോലെ കുട്ടേട്ടനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ലീലാമ്മ തന്നത്. അപ്പം ഇതുപോലെ ലെജൻഡറി ആക്ടേഴ്സ് ഉള്ളൊരു സിനിമ വർക്ക് ചെയ്യുക എന്നുള്ളൊരു തന്നെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പം അങ്ങനെ എല്ലാ രീതിയിലും ആ ഒരു
ഇതിനു മുമ്പ് വരെ ചെയ്യാത്ത വർക്കുകൾ പോലെ തന്നെയായിരുന്നു ഈ സിനിമ. വളരെ യുണീക്കായിട്ടും വളരെ യുണീക്കായിട്ടുള്ള അപ്രോച്ച് രീതിയിലാണ് നമ്മൾ ചെയ്തത്. നമ്മൾ എല്ലാ മേഖലയിലും, ക്യാമറയിലാണെങ്കിലും സിനിമ, മ്യൂസിക്കിലാണെങ്കിലും, ആർട്ട് ഡയറക്ഷനിലാണെങ്കിലും എല്ലാം കളേഴ്സൊക്കെ വെച്ച് നമുക്ക് ഒരു പുതിയൊരു പാലറ്റ് പിടിച്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ ഗണേഷിന്റെ വിഷൻ ഗണേഷ് കൺവേ ചെയ്തതാണ്. സോ അത് എനിക്ക് ആക്ച്വലി കംപ്ലീറ്റ്ലി ഫ്രഷ് തിങ് ആയിരുന്നു. വളരെ യുണീക്ക് രീതിയിലാണ് എനിക്ക് ആ സിനിമ തോന്നിയത്. സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അതിൽ. പൂക്കാലം ഇപ്പോൾ മ്യൂസിക്കലി ആണ് പൂക്കാലത്തിന്റെ പോക്ക്. ഈ എഡിറ്റിങ്ങും മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും വർക്ക് ചെയ്യുന്നതിൽ ഇപ്പൊ ഈ പർട്ടിക്കുലർ സിനിമയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് 2 ഡിപ്പാർട്ട്മെന്റും പാരലലി വർക്ക് ചെയ്യുന്ന പ്രോസസ് ആയിരുന്നോ, അതോ ഏതെങ്കിലും റെഫറൻസ് മ്യൂസിക് ഇട്ട് ഒരു ഫസ്റ്റ് കട്ട് ചെയ്യാം എന്നുള്ള പ്രോസസ് ആയിരുന്നോ, അതോ എഡിറ്റ് ഫുള്ള് ലോക്ക് ചെയ്ത ശേഷം മ്യൂസിക്കിലേക്ക് ഇപ്പൊ സച്ചിന്റെ ഏരിയയിലേക്ക് കൊടുക്കാം എന്ന പ്രോസസ് ആയിരുന്നു ശരിക്കും? അല്ല, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ റെഫറൻസ് മ്യൂസിക്കുകൾ ഇട്ട് തന്നെ ഞാൻ എഡിറ്റ് ചെയ്യും. അത് ഗണേഷ് റെഫറൻസ് അയച്ചു തരും, അത് നമ്മുടെ ഒരു? ഇല്ല, ഗണേഷ് ആക്ച്വലി ഇപ്പോൾ ഗണേഷിന് എന്നെ ഒരുപാട് നാളായിട്ട് അറിയാം. അപ്പം എൻ്റെ വർക്കിംഗ് പ്രോസസ് എന്താണ് ഗണേഷിനും അറിയാം. സോ ഗണേഷ് ഷൂട്ട് കഴിഞ്ഞു, ഫുട്ടേജ് തന്നു, ഇനി നിന്റെ ഇഷ്ടത്തിന് നീ എഡിറ്റ് ചെയ്തോ, നമുക്ക് ഇന്നിട്ട് നോക്കാം എന്നുള്ള രീതിയിൽ തന്നിട്ട് പോകുന്ന ഒരു അത്രയും ഫ്രീഡം തരുന്ന ഒരു ഡയറക്ടറാണ് ഗണേഷ്. സോ അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ റെഫറൻസ് മ്യൂസിക്കുകൾ ഞാൻ അതിന് ആ സീൻ അനുസരിച്ചുള്ള ഇമോഷൻസ് അനുസരിച്ചുള്ള റെഫറൻസ് മ്യൂസിക്കുകൾ ഞാൻ സെർച്ച് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മളിങ്ങനെ പല റെഫറൻസ് മ്യൂസിക്കുകളും ട്രൈ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ ഫസ്റ്റ് കട്ട് കാണുമ്പോൾ ഈ റെഫറൻസ് മ്യൂസിക്കിലാണ് ഗണേഷൻ കാണുന്നത്. പക്ഷെ നമ്മളത് മ്യൂസിക്കിന് സച്ചിന് കൊടുക്കുമ്പോൾ റെഫറൻസ് മ്യൂസിക് കൊടുക്കണോ വേണ്ടയോ നമ്മൾ ആദ്യം ആലോചിക്കും. കാര്യം അത് മനസ്സിൽ വരുമോ, മീൻസ് അതൊരു ജസ്റ്റ് നമുക്ക് തോന്നുന്നൊരു ഡൗട്ടാണ്. ചിലപ്പോൾ മൈൻഡ് വരും, മൈൻഡ് വരാതെ ഇരിക്കും. അപ്പോൾ നമ്മൾ അത് കൊടുക്കാതെ ഒരു കട്ട് ആദ്യം നമ്മൾ സച്ചിന് കൊടുക്കും. അപ്പോൾ സച്ചിൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു ഇൻപുട്ട് അതിൽ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുക്കും. പക്ഷെ ഈ പൂക്കാലത്തിൽ കുറച്ച് തീം മ്യൂസിക്കുകൾ നേരത്തെ സച്ചിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ഒരു 4-5 തീം മ്യൂസിക്കുകൾ പല പല സിറ്റുവേഷൻസിന് വേണ്ടിയുള്ള കുറച്ച് തീം ബേസ് സാധനങ്ങൾ ഒരു 1 മിനിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ അത് പലയിടത്തും ആ തീം മ്യൂസിക്കുകൾ പലയിടത്തും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ടാണ് ഫസ്റ്റ് കട്ടിൽ തന്നെ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൂക്കാലം സിനിമയുടെ ഒരു തീം അവിടെ നിൽക്കുകയും ചെയ്യും. അതേസമയം വേറെ ചില സീനുകൾ മാത്രം കുറച്ച് ഇമോഷൻ വേറെ രീതിയിൽ ട്രൈ ചെയ്യാൻ വേണ്ടി വെക്കുകയും ചെയ്യും. അപ്പം ആ തീം വെച്ചിട്ടാണ് നമ്മൾ സച്ചിനെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഒരു ഫസ്റ്റ് കട്ട് കഴിഞ്ഞ് ഡബും കഴിഞ്ഞ് ചെറിയൊരു പിന്നെ ഒരു ട്രിമ്മിങ് കൂടെ കാണുമല്ലോ, അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ സച്ചിൻ്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ടാണ് മ്യൂസിക്കിൽ സച്ചിൻ ഇരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കംപ്ലീറ്റ് സച്ചിൻ എല്ലാ റീൽസും കണ്ട് അതിൽ സച്ചിൻ വർക്ക് ചെയ്ത് നമ്മളത് കൊളാബറേറ്റ് ചെയ്തതാണ്. നമ്മൾ ഒരേ ഫ്ലാറ്റിൽ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു റൂമിൽ, സച്ചിൻ അപ്പുറത്തെ റൂമിൽ, അങ്ങനെ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എടാ ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് സച്ചിൻ പറയും, നമ്മൾ നോക്കും. ഗണേഷ് വരും, സജസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ വർക്ക് ചെയ്ത് ബ്രെയിൻ സ്റ്റോം ചെയ്ത് പതുക്കെ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുന്നൊരു പ്രോസസ്സായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പ്രോസസ്സിൽ ഈ സംവിധായകന്റെ ഇൻവോൾവ്മെന്റ് വരുന്നത്, ഇപ്പം ഇതിന്റെ പ്രോസസ്സ് ഐസൊലേറ്റഡ് ആയിരുന്ന് ഫസ്റ്റ് കട്ട് ഫുള്ള് തീർത്ത ശേഷം ഡയറക്ടറിനെ കാണിക്കുക എന്ന പരിപാടിയാണോ, അതോ നിങ്ങൾ ഒന്നിച്ച ഡിസ്കഷൻസും ഒന്നിച്ച് ജാം ചെയ്തിട്ടും അങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നൊരു എഡിറ്റ് പ്രോസസ് ആണ്? എന്താണ്? അല്ല, അതാണ് നീ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫസ്റ്റ് കട്ട് കംപ്ലീറ്റ് ഫ്രീഡം ഗണേഷ് എഡിറ്ററിന്. അത് കഴിഞ്ഞിട്ട് ഗണേഷ് വന്ന് കണ്ടിട്ട് ഗണേഷിന് ഇപ്പോൾ വർക്ക് ആവാത്ത എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ എടാ ഇതെനിക്ക് വർക്കായില്ല, ഇത് വേറെ രീതിയിൽ നമുക്ക് നോക്കാം എന്ന് ഗണേഷ് പറയും. വർക്കായ സീൻസ് ഒക്കെ എടാ ഇത് വർക്കായി, ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്, ഇമോഷൻസ് എല്ലാം കൺവേ ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ പോകും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗണേഷിന്റെ കൂടെ ഇരിക്കുമ്പോൾ എല്ലാ സീൻ പിന്നെയും കാണും. ഒന്നും കൂടെ അത് വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇനിയും ആ സീനിനെ പൊക്കുന്ന രീതിയിൽ നമുക്ക് വേറെ എന്തൊക്കെ ട്രൈ ഔട്ട് ചെയ്യാം. കാര്യം എഡിറ്റിങ്ങിൽ ആക്ച്വലി ഈ പറയുന്ന പോലെ ഇൻഫിനിറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പോസിബിലിറ്റീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എത്ര നമ്മൾ ട്രൈ ചെയ്യുന്നോ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ സിനിമ റിലീസ് ആവില്ല. ഒരു പോയിന്റ് നമ്മൾ നിർത്തണം. അതെ, ഒരു പോയിന്റ് നമ്മൾ എടാ ഇത് മതി, ഇതിൽ കൂടുതൽ നമ്മൾ ഇരിക്കണ്ട എന്നുള്ള രീതിയിൽ ഒരു പോയിന്റ് എത്തണം. അപ്പൊ ആ ഒരു പോയിന്റ് ഡിസൈഡ് ചെയ്യുന്നിടം വരെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് കട്ട് കംപ്ലീറ്റ്ലി ഒരു എഡിറ്റിംഗ്. കാരണം ഗണേഷ് ഷൂട്ട് ചെയ്തിട്ട് വരുന്ന കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റ് പെർസ്പെക്റ്റീവിലാണ്. അത് കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് വരുമ്പോൾ ഒരു എഡിറ്ററിന്റെ പെർസ്പെക്റ്റീവിൽ ആ സിനിമ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് കൂടെ അവിടെ ആഡ് ആവും. അത് കഴിഞ്ഞിട്ട് ഗണേഷ് അത് കാണുമ്പോൾ അതിന് വേറൊരു തേർഡ് പെർസ്പെക്റ്റീവും പിന്നെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സ് ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുൾ ആണ് സിനിമകൾക്ക്, നല്ലതുമാണ്. ഈ നേരത്തെ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, ഇപ്പൊ ആസ്പെക്ട് റേഷ്യോന്റെ കാര്യത്തിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ സിനിമ തുടങ്ങുന്നപ്പോ ഇപ്പൊ അധ്യായം 1 എന്നൊക്കെ എഴുതി കാണിക്കുന്ന സമയത്ത് 4:3 പോലും അല്ല, 1:1. പിന്നെ അത് 4:3 മാറുന്നുണ്ട്, 6:9 മാറുന്നുണ്ട് അല്ലെ. ഇത് ആക്ച്വലി ഒരു സ്ക്രിപ്റ്റിന്റെ ഒക്കെ ഒരു ഇനീഷ്യൽ ഘട്ടത്തിൽ തന്നെ നിങ്ങളുടെ ഡിസ്കഷനിൽ ഉണ്ടായതാണോ, അതോ
ഒക്കെ ഷൂട്ട് ചെയ്ത പോസ്റ്റിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു അല്ല, അത് contribution അത് ആണ്. സ്ക്രിപ്റ്റിംഗ് ടൈമിൽ തന്നെ ഗണേഷിനും ആനന്ദ് സി ചന്ദ്രനും ഉണ്ടായിരുന്ന ഒരു ഐഡിയ ആണത്. കാര്യം നമ്മൾ ഈ പഴയ കാലഘട്ടം ഒരു ടൈം പീരിയഡ് എന്ന് വെച്ചാൽ ഒരു ഇയർ വെച്ച് നമ്മൾ പറയുന്നില്ല, ഇന്ന വർഷം നടക്കുന്നു എന്ന് പറയുന്നില്ല. അതിന് പകരം അവരുടെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വർഷത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ആ സമയത്ത് ഇറങ്ങുന്ന സിനിമകളുടെ ആസ്പെക്ട് റേഷ്യോ എന്നൊരു, അങ്ങനെ നമുക്ക് ഓഡിയൻസിലേക്ക് ഈ ഒരു കാലഘട്ടം കാണിച്ചാൽ മതി, ആ ഒരു കാലഘട്ടം കാണിച്ചാൽ മതി. അപ്പോൾ 1:1 ആദ്യം കാണിക്കുന്നത് 1:1 മാത്രം ഇവിടെ സിനിമകളിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലുള്ള ടൈമിലാണ് അത് നടക്കുന്ന ആ കഥ. അത് കഴിഞ്ഞിട്ട് 4:3 കാണിക്കുന്നത് 4:3 സിനിമകൾ വന്ന സമയത്ത് നടക്കുന്ന സിനിമ. അത് കഴിഞ്ഞ് 2.66:1 വരുന്നു. അപ്പോഴാണ് മറ്റേ 70mm തിയേറ്റേഴ്സ് ഒക്കെ മാറിക്കഴിഞ്ഞ് ആ കാലഘട്ടത്തിൽ നടക്കുന്ന കഥ. അങ്ങനെയാണ് ഈ ഫ്ലാഷ് ബാക്സ് എല്ലാം പോയത്. പ്രസന്റ് ടൈം കംപ്ലീറ്റ്ലി നമ്മൾ മറ്റേ 1.85 എന്നുള്ള രീതിയിലാണ് പോയിരിക്കുന്നത്. അത് ആനന്ദ് സി ചന്ദ്രന്റെയും ഗണേഷിന്റെയും ആദ്യം തൊട്ടേ ഉള്ള ഐഡിയ ആയിരുന്നു. സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഷൂട്ട് ചെയ്തതും അങ്ങനെ തന്നെയാണ്. 4:3 തന്നെ വെച്ചിട്ടാണ് അവർ ഷൂട്ട് ചെയ്തത്. 1:1 ഷൂട്ട് ചെയ്തത്. അങ്ങനെ തന്നെ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന സമയത്തെ അവരുടെ അതിൽ പ്രോപ്പർ പ്ലാൻ ഉണ്ടായിരുന്നു. പൂക്കാലത്തിന്റെ ഫസ്റ്റ് കട്ട് എന്ന് പറയുന്നത് എത്ര സമയം ഉണ്ടാവും? ഫസ്റ്റ് കട്ട് പൂക്കാലത്തിന്റെ തിയേറ്റർ റിലീസിൽ ഉള്ള ടൈം 2 hours 16 minutes ആയിരുന്നു. പക്ഷെ നമ്മൾ ഡബ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് കട്ട് നോക്കുമ്പോഴത്തേക്കും 3 hours 15 minutes ഉണ്ടായിരുന്നു സിനിമ. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ വിജയരാഘവൻ സാറിൻ്റെ ഒരുപാട് പെർഫോമൻസുകൾ എനിക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളൊരു ചെറിയൊരു ചലഞ്ച് ഉണ്ടായിരുന്നു അതിൽ. കാര്യം പുള്ളി എന്ന് വെച്ചാൽ വിജയരാഘവൻ സാർ ഇട്ടൂപ്പായിട്ട് അഭിനയിക്കുമ്പോഴത്തേക്കും സീനിലുള്ള കാര്യങ്ങൾ തന്നെ പുള്ളി ചെയ്ത് ഒരു റിയൽ ലൈഫ് ക്യാരക്ടറായിട്ട് വരുന്ന നമ്മൾ കാണുമ്പോൾ തന്നെ അതിങ്ങനെ ക്യാപ്ചർ ചെയ്ത് പോകുമ്പോൾ അതിൽ ഒരുപാട് എലമെന്റ്സ് ആഡ് ആവുന്നുണ്ട്. പുള്ളിയുടെ ആ ഒരു അഭിനയ മികവ് അവിടെ കംപ്ലീറ്റ്ലി വരികയാണ്. അപ്പം അങ്ങനെ ഒരുപാട് സീക്വൻസുകൾ എനിക്കും ഗണേഷിനും കോംപ്രമൈസ് ചെയ്യേണ്ടി പോയിട്ടുണ്ട്. അത് ആദ്യം വിജയരാഘവൻ സാറിന് അതിനൊരു ചെറിയൊരു കല്ലടി ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത് പിന്നെ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടർ ആണല്ലോ. പുള്ളി ഇങ്ങനെ ആദ്യം ഒന്ന് കാണുമ്പോൾ അയ്യോ അതില്ലേ, എന്നാ ശരി, ഓക്കെ നിങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിലായിരുന്നു പുള്ളി. അപ്പോൾ അത് അങ്ങനെ കുറച്ച് നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് സീക്വൻസുകൾ പിന്നെ നമ്മൾ സിനിമയിൽ ആദ്യം ഒരു സോങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. പ്ലാനിൽ ഷൂട്ടൊക്കെ ചെയ്ത് വന്ന് നമ്മൾ ഒരു സോങ് മാത്രം സിനിമയിലുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു ഗണേഷിന്റെ മൈൻഡിൽ. അപ്പോൾ നമുക്ക് ഈ ട്രിം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു 3-4 സീക്വൻസുകൾ സോങ്ങിലൂടെ കയറ്റി പോകാം എന്നുള്ള പ്ലാൻ ചെയ്തിട്ട് പിന്നെ ഒരു എക്സ്ട്രാ 4 സോങ് എങ്ങാണ്ട് നമ്മൾ പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വന്നു. അതിൽ കൂടെ നമ്മൾ കുറെ മോണ്ടേഷൻസും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ലെങ്ത് കുറച്ചത്. ഒരു ഏകദേശം ക്ലോസ് ടു 1 hour നമുക്ക് കുറയ്ക്കാൻ പറ്റിയത് അങ്ങനെയാണ്. അങ്ങനെ കുറച്ച് ഹെൽപ്ഫുൾ എന്ന് വെച്ചാൽ അത് ആക്ച്വലി എല്ലാവരുടെയും ഒരു ഇൻപുട്ട് ഉണ്ടായിരുന്നു, എൻ്റെ മാത്രമല്ല. ഗണേഷിൻ്റെത്, മ്യൂസിക് സച്ചിൻ വാര്യറിൻ്റെ കാര്യം. ഓക്കെ, ഇവിടെ എങ്ങനെ ഒരു മ്യൂസിക്കിൽ നമുക്കത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമോഷൻ കൺവേ ചെയ്യാൻ പറ്റും, അത് ഫോഴ്സ്ഡ് ആയിട്ട് തോന്നരുത്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പം അതൊരു ചലഞ്ചായിരുന്നു ആക്ച്വലി ഞങ്ങൾക്ക് എല്ലാവർക്കും, 3 പേർക്കും ഞങ്ങൾക്കൊരു ചലഞ്ചിങ് പ്രോസസ് ആയിരുന്നു അത് ആക്ച്വലി. ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടോ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സിനിമ എഡിറ്റിങ്ങിൽ ഭയങ്കര ഇൻസ്പയർ ചെയ്ത്, അല്ലെങ്കിൽ ഒരു റീവാച്ച് ചെയ്യേണ്ട ഒരു, ഇപ്പോൾ ഡൗൺ ആയിരുന്ന സമയത്ത് റീവാച്ച് ചെയ്യാന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്സിൽ നിൽക്കുന്ന ഒരു സിനിമ ഉണ്ടാവും? ഒരുപാട് സിനിമകളുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിൽ ഞാൻ എഡിറ്റിംഗ് ഒക്കെ കരിയറായിട്ട് ഫോളോ ചെയ്യാം എന്നുള്ള നോക്കി നമ്മൾ ആദ്യം കയറുന്ന സമയത്ത് റിലീസായ ഒരു സിനിമയായിരുന്നു സ്ലം ഡോഗ് മില്യണർ. അതിനും ഓസ്കാറിന് ബെസ്റ്റ് എഡിറ്റിംഗ് കിട്ടിയതാണെന്ന് തോന്നുന്നു. സോ സ്ലം ഡോഗ് മില്യണർ ആക്ച്വലി ഞാൻ ആദ്യം കാണുമ്പോഴല്ല, ഞാൻ പിന്നെ അത് 2ാമതോ 3ാമതോ കാണുമ്പോൾ ശ്രദ്ധിച്ചപ്പോൾ തോന്നിയതാണ്. ആ സിനിമയിൽ ഈ പറയുന്ന പോലെ ഈ ഇതുവരെ വേൾഡിൽ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ എഡിറ്റിംഗ് ടെക്നിക്സും യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. കാര്യം അതിൽ ഈ പറയുന്ന പോലെ മാച്ച് കട്ട്, ജംപ് കട്ട്സ്, ട്രാൻസിഷൻസ്, എല്ലാ രീതിയിലുള്ള ട്രാൻസിഷൻസ്, മാസ്കിങ്, എൽ കട്ട്, ജെ കട്ട്, സ്ട്രോബ്, സൂപ്പർ ഇമ്പോസിഷൻ, അങ്ങനെ ഒരു എഡിറ്ററിന് ഏതൊക്കെ ട്രാൻസിഷൻ ചെയ്യാൻ പറ്റുമോ ആ എല്ലാ ട്രാൻസിഷനും എല്ലാ എഫക്ട്സും ആ സിനിമയിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ടും ആ സിനിമ വളരെ സീംലെസ് ആയിട്ടും വളരെ സ്റ്റോറി ടെല്ലിങ്ങിലെ ഒട്ടും ബാധിക്കാത്ത രീതിയിലും അതൊരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു പാർട്ടായി തന്നെ, അതെ ഗിമ്മിക്കലാവാതെ അതിന്റെ ഒരു പാർട്ടായി തന്നെ അത്രയും നന്നായിട്ട് നിൽക്കുന്നതുകൊണ്ട്. സോ അത് ആക്ച്വലി ഭയങ്കര ലേണിംഗ് ആയിരുന്നു ആ സിനിമ. ഇപ്പോൾ ഒരു ആര് കണ്ടാലും അതിൽ അങ്ങനെ പഠിക്കാൻ പറ്റും. ഓക്കെ, അത് ഇങ്ങനെ ട്രീറ്റ് ചെയ്തതുകൊണ്ട് ആ ഒരു ഇമോഷൻ എങ്ങനെ കൺവേ ആയി എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് ആ ഒരു ഫിലിം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ റീവാച്ച് ചെയ്യുന്നൊരു സിനിമയാണ്. മിഥുൻ ഏറ്റവും ഇൻസ്പിറേഷൻ കൊണ്ടത് മറ്റേ
കാർത്തിക് സുബ്ബരാജിന്റെ സിനിമകളും നളൻ കുമാരസ്വാമിയുടെ സിനിമകളും എന്നാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ശരിക്കും എഡിറ്റിങ്ങിൽ ആ രീതിയിൽ ഇപ്പൊ ഈ രണ്ട് ഫിലിം മേക്കേഴ്സിനെ പെർട്ടിക്കുലർ ആയിട്ട് പറയുകയാണെങ്കിൽ എഡിറ്റിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സിനിമകൾ എന്ന് വിളിക്കാൻ പറ്റും? എന്താണ് ആ ക്രൈറ്റീരിയ? അല്ലെങ്കിൽ സിനിമകളെക്കാട്ടും അവരുടെ ഷോർട്ട് ഫിലിംസ് ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾക്ക് 2011-2012 സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇവരെ അതിനു മുമ്പ് ഒരു 2 years ബാക്ക് തമിഴ്നാട്ടിൽ ഷോർട്ട് ഫിലിംസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അത് കണ്ടിട്ടാണ് എനിക്കും എൻ്റെ ഫ്രണ്ട് നെവിൻ ഫ്രൈഡിനൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഉള്ളൊരു ഷോർട്ട് ഫിലിം ഇറക്കാം എന്നുള്ളൊരു ഐഡിയ വരുന്നത് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ. കാര്യം അതിനു മുമ്പ് വരെ ഈ ഷോർട്ട് ഫിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മെസ്സേജസ് തരുന്ന ഷോർട്ട് ഫിലിംസ് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു ദിവസം മറ്റേ യൂട്യൂബും, കാരണം ആ ടൈമിലാണ് യൂട്യൂബ് ഫേസ്ബുക്ക് ഒക്കെ ബൂം ആവുന്നത്. യൂട്യൂബിൽ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം നോക്കിയപ്പോൾ വളരെ കൊമേഴ്ഷ്യൽ പാട്ട് ഡാൻസ് ഒക്കെ ഉള്ളൊരു ഷോർട്ട് ഫിലിം, ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം എന്ന് വെച്ചാൽ ഒരു തമിഴ് കൊമേഴ്ഷ്യൽ ഫിലിം പോലെ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം. അപ്പോൾ അത് നോക്കിയപ്പോൾ അതൊരു ഗ്രൂപ്പ് ഉണ്ട്, കാർത്തിക് സുബ്ബരാജ്, അൽഫോൺസ് പുത്രൻ, നളൻ കുമാരസ്വാമി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ ഷോർട്ട് ഫിലിംസ് എല്ലാം ഒരു കംപ്ലീറ്റ്ലി നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള എന്നുവെച്ചാൽ അതൊരു ഇൻസ്പിറേഷൻ ആണ്. ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടി അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ഞങ്ങൾക്ക്. അങ്ങനെയാണ് ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് അവരുടെ സ്റ്റൈൽ ഓഫ് ഷോർട്ട് ഫിലിംസ് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്യുന്നത്. പ്ലസ് ആ സമയത്ത് എഡിറ്റിംഗ് അൽഫോൺസ് പുത്രന്റെ ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടാണ് നമ്മളെല്ലാവരും ഇൻസ്പയർ ആവുന്നതും. കാരണം പുള്ളി ആ സമയത്ത് ഒരുപാട് ഷോർട്ട് ഫിലിംസ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് സൗണ്ട് ഡിസൈനിങ്, കാരണം നല്ലൊരു സൗണ്ട് ഡിസൈനിങ് പുള്ളിയുടെ എല്ലാ ഷോർട്ട് ഫിലിംസും കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ്. അപ്പോൾ ആ സമയത്ത് പിന്നെ കാർത്തിക് ഫസ്റ്റ് പടം ചെയ്തു, പിസ്സ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ കൂടുതലും തമിഴ് സിനിമകളാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. കാര്യം മലയാള സിനിമ എല്ലാം കാണാറുണ്ട്, പക്ഷെ എനിക്ക് തമിഴിനോട് കുറച്ചധികം താല്പര്യമുണ്ട്. അങ്ങനെ തമിഴ് സിനിമ അധികം ഫോളോ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് സെയിം തിങ് ഞാൻ എഡിറ്റിങ്ങിലേക്ക് വരാനുള്ള ഇൻട്രസ്റ്റ് കൂടിയതും ഈ ആന്റണി എന്ന് പറഞ്ഞ എഡിറ്ററിന്റെ പഴയ പാട്ടുകളും മ്യൂസിക് സോങ്സിന്റെ ഒക്കെ എഡിറ്റ് കണ്ടിട്ടാണ്. വല്ലവൻ, മന്മഥൻ, അത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം അതാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഞങ്ങൾക്ക് ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടി. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു ധൈര്യം അങ്ങനെയാണ് കിട്ടുന്നത്. യൂട്യൂബിൽ നമുക്ക് ഷോർട്ട് ഫിലിം എടുത്ത് ഇടാം എന്നുള്ളൊരു രീതിയിൽ. ആൻഡ് ഇറ്റ് വർക്ക്ഡ് ഔട്ട്. ആ സമയത്ത് യൂട്യൂബിൽ നമുക്ക് കേരളത്തിലൊക്കെ യൂട്യൂബ് ഭയങ്കരമായിട്ട് ബൂം ആയിരുന്ന ടൈം ആയതുകൊണ്ട് പീപ്പിളിലേക്ക് എത്തി, പീപ്പിൾ അത് കണ്ടു തുടങ്ങി. ആൻഡ് അത് ഹെൽപ്പ് ചെയ്തു. ഈ സിനിമാ പ്രവർത്തകരെ പൊതുവെ കളിയാക്കി പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഷൂട്ട് സമയത്ത് ഓക്കെ ഇത് നമുക്ക് എഡിറ്റ് പിടിക്കാം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ എഡിറ്റ് ഒരു പടത്തെ സേവ് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണോ, അതോ അതില്ല ഷൂട്ട് ചെയ്ത എന്താണ് സാധനം ആ രീതിയിൽ തന്നെയാണോ എഡിറ്റ്? ഇല്ല, ഷൂട്ട് ചെയ്ത പോലെ നമുക്ക് എഡിറ്റ് പോകാതെയും പോകാൻ പറ്റും. എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത ഒരു സിനിമ എന്നൊക്കെ പറയാൻ പറ്റും. എഡിറ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ സ്ക്രിപ്റ്റിൽ എന്തൊക്കെ പറഞ്ഞാലും സ്ക്രിപ്റ്റിൽ ഒരു മിനിമം നമുക്ക് ഒരു വർക്കബിൾ സാധനം കാണണം. എന്തൊക്കെ പറഞ്ഞാലും സ്ക്രിപ്റ്റ് ആണ് ആക്ച്വലി മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് സിനിമയുടെ. അപ്പൊ അതിൽ ഈ പറയുന്ന പോലെ പ്രോപ്പറായിട്ട് കഥയും പ്രോപ്പർ ഇമോഷൻസും ഓഡിയൻസിലേക്ക് നമുക്ക് എത്തിക്കുന്ന രീതിയിലും എൻഗേജിംഗ് ആയിട്ട് എത്തിക്കുന്ന രീതിയിലും ഓൾറെഡി സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ വരുമ്പോഴത്തേക്കും ഒരുപാട് പോസിബിലിറ്റീസ് വെച്ചിട്ട് നമുക്ക് അതിനെ എലിവേറ്റ് ചെയ്യാൻ പറ്റും. സ്ക്രിപ്റ്റിൽ ഓൾറെഡി ഇല്ലാത്ത സാധനം നമുക്ക് എഡിറ്റിൽ പിന്നെ ആഡ് ചെയ്ത് പൊക്കാൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നില്ല, അറിഞ്ഞൂടാ. ഇത് രണ്ടുകൂടെ സിനിമയെ ചെയ്തിട്ടുള്ളൂ. അപ്പം അതിൽ കൂടുതൽ അങ്ങനെ വരുമെന്നറിയാം. പക്ഷെ നമുക്ക് ഓൾറെഡി ഉള്ള പോസിബിലിറ്റീസ് നമുക്ക് കുറെ ആഡപ്പ് ചെയ്യാൻ പറ്റും. പോസ്റ്റ് പ്രൊഡക്ഷൻസ് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, ഒരുപാട് ഐഡിയാസ് ചിലപ്പോൾ കിട്ടും. അത് അങ്ങനെ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ, സ്ക്രിപ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ നമുക്ക് ഒരുപാട് എലിവേറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. അങ്ങനെ നിങ്ങൾ നോക്കിക്കാണുന്ന ഒരു എഡിറ്റർ, അങ്ങനെ ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ ഉണ്ടോ ശരിക്കും? ഇപ്പം മലയാളത്തിലോ തമിഴിലോ ഒന്നും അങ്ങനെയല്ല, ഒരു ജനറൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ. ഒരു എഡിറ്റർ എന്നിങ്ങനെ ഇല്ല. ഞാൻ ആക്ച്വലി ഒരു എഡിറ്ററിനെ അങ്ങനെ ഫോളോ ചെയ്യാറില്ല. ഞാൻ കൂടുതൽ സിനിമകൾ തന്നെ ഫോളോ ചെയ്യാറുള്ളൂ. കാരണം ഈ പറയുന്ന പോലെ ഇപ്പം വിപ്ലാഷ് എന്ന് പറഞ്ഞൊരു സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അത് ഭയങ്കര വളരെ എന്താ പറയുക, അതിൻ്റെ എഡിറ്റ്സ് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു രീതിയിലുള്ള എഡിറ്റാണ്. അതേസമയം പക്ഷേ ഞാൻ സെയിം എഡിറ്ററിന്റെ വേറെ പടം ഉണ്ടോ ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല. പക്ഷെ അതുപോലെ ഒരുപാട് സിനിമകൾ ഞാൻ കാണും. ഒരുപാട് പല പല സിനിമകളിൽ നിന്ന് നമുക്ക് പല പല ഐഡിയാസ് കിട്ടും. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു എഡിറ്റർ എന്നുള്ള രീതിയിൽ ഒരുപാട് സിനിമകൾ കണ്ടുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ സിനിമയും നമുക്ക് ഓരോന്ന് പഠിക്കാൻ പറ്റും. ഒരുപാട് സിനിമകൾ കണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു വർക്ക് കിട്ടുമ്പോൾ അൺകോൺഷ്യസ്ലി നമുക്ക് എന്തെങ്കിലുമൊക്കെ മൈൻഡിൽ വന്നോളും ഒരു സീൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. പണ്ട് ഒരു 5 വർഷം മുമ്പ് കണ്ട സിനിമ ആയിരിക്കാം ചിലപ്പോൾ. പക്ഷെ ഓക്കെ ഈ ഒരു സീൻ ഇങ്ങനൊരു
പരിപാടി നമ്മൾ അറിയാതെ ചിലപ്പോൾ നമ്മൾ ചെയ്തു പോകും. അപ്പൊ അങ്ങനെ അൺകോൺഷ്യസ്ലി നമ്മുടെ മൈൻഡിനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അങ്ങനെ ആണ് ഞാൻ കാണുന്നത്. ഒരു എഡിറ്ററിനെ ഫോളോ ചെയ്യാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇപ്പൊ ഇന്ത്യൻ ഫിലിം നോക്കുകയാണെങ്കിൽ എനിക്ക് ആർത്തി ബജാജ് എന്ന് പറഞ്ഞ എഡിറ്ററിന്റെ വർക്ക്സ് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ആർത്തി ബജാജ് ആണ് ഇംതിയാസ് അലിയുടെയും അനുരാഗ് കശ്യപിന്റെ ഒക്കെ എഡിറ്റർ. അതെ. അപ്പോൾ അവരുടെ വർക്ക് ആക്ച്വലി ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ. ഈ മാറുന്ന കാലഘട്ടത്തില് ഏറ്റവും ചർച്ചയാവുന്ന ഈ ഫോർമാറ്റ് വ്യത്യാസം ഉണ്ടല്ലോ. അതായത് ഇപ്പോ ഈ ഷോർട്ട് ഫിലിംസിന്റെ കൂടെയാണല്ലോ വരുന്നത്. ഇപ്പം ഇതിനൊക്കെ ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ആസ്പയറിംഗ് ആയ ഒരു ഫിലിം മേക്കർ ഒരിക്കലും ഷോർട്ട് ഫിലിം എന്ന രീതിയിൽ ചിലപ്പോൾ ട്രൈ ഔട്ട് ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഷോർട്ട് ഫിലിം എക്സ്പയർ ആയി പോയി എന്നൊരു ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. യൂട്യൂബിൽ ആർക്ക് ഒരു അരമണിക്കൂർ ഷോർട്ട് ഫിലിം അയച്ചാൽ പോലും കാണാൻ ചിലപ്പോൾ കൂട്ടാക്കില്ല, പ്രൊഡക്ഷൻ കിട്ടാത്തൊരു സംഗതിയാണ്. ഇപ്പൊ എല്ലാവരും ഓക്കെ അതേ ഒരു സിനിമാറ്റിക് അനുഭവം നമുക്കൊരു 3 മിനിറ്റുള്ള റീലിലേക്ക് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റുള്ള റീലിലേക്ക് കൊടുക്കാം. അത്രയും നമ്മുടെ ഫ്രാക്ഷൻ ഓഫ് ഇത് പോയിട്ടുണ്ട്. അതായത് നമ്മുടെ കുറഞ്ഞിട്ടുണ്ട്, കോണ്ടന്റിന്റെ അതിപ്രസരം ഉണ്ടായിട്ടുണ്ട്. ഈ ട്രാൻസിഷൻ ഒക്കെ എഡിറ്റിംഗിൽ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഇതിനെപ്പറ്റി കോൺസ്റ്റന്റ് ആയിട്ട് അപ്ഡേറ്റ്, ഇതൊരു അഡാപ്റ്റേഷൻ ആണല്ലോ, ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണല്ലോ. ഈ അഡാപ്റ്റേഷൻ ശരിക്കും ഒരു എഡിറ്റർക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു സ്കില്ലാണോ ശരിക്കും? അതെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ ഒരുപാട് പേജസ്, ഒരുപാട് ആൾക്കാരെ ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. കാര്യം അവരുടെയൊക്കെ ചില എഡിറ്റിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. റീൽസ് എന്ന് വെച്ചാൽ ഒരുപാട് റീൽസ് ഇപ്പോൾ കണ്ട് തന്നെ പല എഡിറ്റിംഗ് ഐഡിയാസ് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം അത്രയും ക്രിയേറ്റീവ് മൈൻഡാണ് ഇപ്പോൾ വേൾഡിലുള്ളത്. ഇപ്പം എല്ലാവരും എഡിറ്റേഴ്സാണ് ആക്ച്വലി. എല്ലാവരുടെയും കയ്യിൽ മൊബൈലും ഒരു നോർമൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ മൊബൈൽ ഉണ്ടെങ്കിൽ പോലും എല്ലാവർക്കും എഡിറ്റ് ചെയ്യാം, എല്ലാവർക്കും വ്ളോഗ് ചെയ്യാന്നുള്ള രീതിയിലാണ്. അപ്പം ഒരു ബേസിക് എഡിറ്റിംഗ് സ്കിൽ ഇപ്പോൾ എല്ലാവരും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പല വേർഷൻസ് നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം അത് കണ്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ ഇപ്പം ആക്ച്വലി ഞാൻ അങ്ങനെയും കുറേ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരുപാട് ആൾക്കാർ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അത് ആക്ച്വലി നല്ലതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ 3 മിനിറ്റിലേക്ക് ഒരു കണ്ടന്റ്, ബേസിക്കലി ഇങ്ങനെ ആൾക്കാരെ ബോറടിപ്പിക്കാതെ ഒരു കോണ്ടന്റ് പറയുക എന്നുള്ളതാണ് റീൽസും കാര്യങ്ങളിലും ഉള്ളത്. സെയിം തിങ് തന്നെ ഒരു സീനിൽ സിനിമയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ഒരു സീൻ നമ്മൾ ഒരാൾ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിപ്പിച്ച് എങ്ങനെ പറയാം. അപ്പോൾ അതിനുള്ള ഇപ്പോൾ പഴയ രീതിയിൽ നിന്ന് മാറി ഇപ്പം നമുക്ക് പുതിയ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് ഐഡിയാസ് കിട്ടും. അത് ആക്ച്വലി എല്ലാവരെയും എന്താ പറയുക, എല്ലാവരെയും അത് പോസിറ്റീവായിട്ട്, അതെ, എല്ലാവരും അത് പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത്. എല്ലാവർക്കും അത് ഹെൽപ്ഫുള്ളും ആണ്. സോ ആ ഒരു കാര്യം ആക്ച്വലി നല്ലതാണ് എന്നുള്ള രീതി തന്നെ തോന്നി. അത് ആക്ച്വലി സ്ക്രിപ്റ്റ് ബേസിസിൽ ഇപ്പോൾ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. കാര്യം ഇപ്പം ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ ഇപ്പോൾ ആ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഈ സീൻ നമുക്ക് എഡിറ്റിംഗ് ഫോർമാറ്റ് ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ. അതെ, ഒരു റൈറ്റർ ആലോചിക്കുമ്പോൾ തന്നെ ഈ സീൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിലിപ്പം പ്രശ്നങ്ങളുണ്ടോ, ഓഡിയൻസ് എൻഗേജ്മെന്റ് കുറയുമോ എന്നുള്ള ഇപ്പോൾ റൈറ്റേഴ്സും ഈ പറഞ്ഞ പോലെ അൺകോൺഷ്യസ്ലി തിങ്ക് ചെയ്ത് തുടങ്ങും. അതായത് ഇപ്പൊ ഷൂട്ടിന് മുന്നേ ഒരു ഘട്ടത്തിൽ തന്നെ എഡിറ്ററിന്റെ കൺസൾട്ട് ചെയ്യുക, എഡിറ്ററായിട്ട് ഡിസ്കഷൻ സംഭവിക്കും. ഇപ്പൊ എഡിറ്ററായിട്ട് ഡിസ്കഷൻ സംഭവിച്ചില്ല പോലും റൈറ്ററിന് തന്നെ ഇപ്പൊ ആ ഒരു ഐഡിയ വരുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയയിലുള്ളവർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആ ഐഡിയ കിട്ടും. അപ്പോൾ ഒരു സീനിൽ ഒരു ഡ്രാമ നമുക്ക് എങ്ങനെ ഓഡിയൻസ് എൻഗേജ് ചെയ്യിപ്പിക്കാം എന്ന് അവരും തിങ്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട്. സോ ആ ഒരു സ്റ്റേജിൽ നിന്ന് തിങ്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു ഫിലിം കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും അതിന്റെ ഔട്ട്പുട്ട് നന്നായിട്ട് തന്നെ വരും. അപ്പം അങ്ങനെ ആലോചിച്ച് സിനിമകൾ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ആ ഒരു ഈ പറഞ്ഞ പോലെ ഈ റീൽസിന്റെ ഇപ്പോഴത്തെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ട്. ഈ FCPയുടെ ക്രാക്ക്ഡ് വേർഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് എഡിറ്റിംഗ് തുടങ്ങിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്? ഇപ്പൊ ഞാൻ ആക്ച്വലി അവിഡിലാണ് ചെയ്യുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ FCP ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മൊബൈലായിരുന്നപ്പോഴാണ്. ഷോർട്ട് ഫിലിം കാലഘട്ടത്തിലാണ്. അതിനു മുമ്പ് ഞാൻ ഷോർട്ട് ഫിലിം സോണി വേഗസ് എന്ന് പറഞ്ഞ് ആ ടൈമിലുണ്ടായിരുന്ന സോഫ്റ്റ്വെയർ ആണ്. അതിലാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ FCPയിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഞാൻ ചെന്നൈയിൽ ആന്റണി എന്ന് പറഞ്ഞ എഡിറ്ററിന്റെ കൂടെ വർക്ക് ചെയ്തു. ആന്റണിയാണ് ഗൗതം മേനോന്റെയും ശങ്കറിന്റെ ഒക്കെ ശിവാജി സിനിമകളൊക്കെ എഡിറ്റ് ചെയ്തത്. അപ്പോൾ ആന്റണിയുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് എന്താ പറയുക ഭാഗ്യം കിട്ടി. അങ്ങനെ പുള്ളിയുടെ അടുത്ത് പോയപ്പോഴാണ് ആക്ച്വലി അവിഡ് ലേൺ ചെയ്യുന്നത്, അവിഡ് മീഡിയ കമ്പോസർ ലേൺ ചെയ്യുന്നത്. സോ അവിഡ് മീഡിയ കമ്പോസർ ഈ പറയുന്ന പോലെ ആ സമയത്ത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അവിഡ് ആ സമയത്താണ് പഠിച്ചത്. സോ അതിനുശേഷം പിന്നെ ഞാൻ അവിടെ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെയാണ് എനിക്ക് പിന്നെ കംഫർട്ടായിട്ട് തോന്നിയത്. പിന്നെ അത് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തതാണ് ഞാൻ അതിൽ. പൊതുവേ സിനിമയില് അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ ഫോർമാറ്റിൽ വർക്ക് ചെയ്യുന്ന സിനിമയില് എഡിറ്റേഴ്സ് ഉപയോഗിക്കുന്ന
പോപ്പുലർ ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയാണോ ശരിക്കും അല്ലല്ല, അതിപ്പോ മാറി. കൂടുതൽ പെർസെന്റേജ്? അല്ലല്ല, അങ്ങനെ ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റണി സാർക്ക് സീനിയർ ആയിരുന്നു, കുറച്ച് നല്ല സീനിയർ. അപ്പൊ അന്ന് അവിടും FCP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ്. ഇപ്പോ അതിനുശേഷം ഈ പറഞ്ഞ 2011-10 സമയം തൊട്ട് പ്രീമിയർ പ്രോ വന്നു. പ്രീമിയർ പ്രോ ഇപ്പൊ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡാവിൻസി റിസോൾവ് ഉണ്ട്, അത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. ടൂൾസ് ജസ്റ്റ് ഒരു ടൂൾ തന്നെ മാത്രമാണ്, സോഫ്റ്റ്വെയർ ഒരു ടൂൾ മാത്രമാണ്. അത് എല്ലാ സോഫ്റ്റ്വെയറിലും നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഒരു എഡിറ്റർ ഏതിലാണോ കംഫർട്ടബിൾ അതിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എല്ലാ സോഫ്റ്റ്വെയറും സെയിം തിങ് തന്നെയാണ്. അതിൽ ടൂൾസിൽ ജസ്റ്റ് നമുക്കത് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കത്രിക എന്നുള്ള രീതി മാത്രം കണ്ടാൽ മതി. അതിൽ ഇനീഷ്യൽ കാലഘട്ടത്തിൽ മിഥുന്റെ ഇപ്പോ സിനിമാ സർക്കിൾ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ഗണേഷ് രാജ്, ബേസിൽ ജോസഫ്, അങ്ങനെ അഭിനവ് സുന്ദർ നായക് എന്ന് പറഞ്ഞ ഈ വിനീത് ശ്രീനിവാസൻ അസോസിയേറ്റ്സ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഗ്യാങ് ഉണ്ട്. ഈ സർക്കിളാണ് ഇതാണോ ശരിക്കും സിനിമയിലെ ആദ്യത്തെ ഒരു സിനിമയിലൊക്കെ ഇറങ്ങുന്ന സമയത്തുള്ള നിങ്ങളുടെ സർക്കിൾ അല്ലെങ്കിൽ ബഡീസ് എന്നൊക്കെ പറയണത്? എനിക്ക് വെച്ചാൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് നെവിൻ ഫ്രൈഡി എന്ന് പറഞ്ഞൊരു എനിക്ക് ഫ്രണ്ട്, അവര് ഞങ്ങളെ രണ്ടും കൂടെ ആദ്യം ഷോർട്ട് ഫിലിംസ് തുടങ്ങിയത്. ഒരു ഷോർട്ട് ഫിലിം, അങ്ങനെ ഷോർട്ട് ഫിലിം സമാന. അതെ, എല്ലാവരും ആ സമയത്ത് യൂട്യൂബിലൊക്കെ ഇടുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, മെസ്സേജ് അയക്കുന്നു, കണക്ട് ചെയ്യുന്നു. ഷോർട്ട് ഫിലിം ഇറങ്ങുന്നില്ലല്ലോ ആ സമയത്ത്, അതെ ആ സമയത്ത് ഇങ്ങനത്തെ ഷോർട്ട് ഫിലിംസ് വളരെ കുറവ് ഇറങ്ങുന്നുള്ളൂ. അപ്പൊ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ എളുപ്പമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ കണക്ട് ചെയ്തതാണ്. അപ്പൊ അന്ന് ഇതുപോലെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഇവര് അഭിനവ് ബേസിൽ ഗണേഷ് അല്ലാതെ തന്നെ ഇപ്പം അന്ന് ഞാൻ മീറ്റ് ചെയ്താണ് ജിതിൻ ലാൽ ARMന്റെ ഡയറക്ടർ, അപ്പു ഭട്ടാതിരി, അപ്പും ട്രിവാൻഡ്രമാണ്, ഞാൻ ട്രിവാൻഡ്രമാണ്. അപ്പു ഭട്ടാതിരി, പിന്നെ ഫാഹിം സഫർ, ബബ്ബയുടെ റൈറ്റർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ട്രിവാൻഡ്രത്ത് തന്നെ അങ്ങനെ ഒരു വലിയ നിമിഷ് രവി ഇപ്പോൾ ക്യാമറമാൻ, ഇപ്പോൾ ലോക ചെയ്യുന്ന ക്യാമറമാൻ. അങ്ങനെ ഒരു വലിയൊരു നല്ലൊരു എന്താ പറയുക, ഈ ഷോർട്ട് ഫിലിം കൊണ്ട് തന്നെ ഒരുപാട് നല്ലൊരു ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് എല്ലാവരുമായിട്ട് നടക്കുന്നത്. അപ്പൊ അങ്ങനെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പോയി ചോദിക്കാം, സപ്പോർട്ടീവ് ആണ് എല്ലാവരും. അപ്പൊ അങ്ങനെ നല്ലൊരു ബന്ധം എല്ലാവരുമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആക്ച്വലി പൂക്കാലത്തിൽ ആക്ച്വലി ലീനിയർ കൈൻഡ് ഓഫ് സ്ക്രീൻ പ്ലേ ആയിരുന്നു, അത് പിന്നീട് എഡിറ്റിലാണോ അത് ഈ ഒരു നോൺ ലീനിയർ അപ്രോച്ചിലേക്ക് മാറുന്നത്? അല്ലല്ല, പൂക്കാലത്തില് സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ലൈക്ക് എവിടെ കട്ട് ബാക്ക്, ഈ പറഞ്ഞ ഫ്ലാഷ് ബാക്ക് സീക്വൻസുകൾ എങ്ങനെ വരണം, കാരണം പൂക്കാലം ചാപ്റ്റേഴ്സ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് സ്ക്രിപ്റ്റിലും ഉണ്ടായിരുന്നു. ചാപ്റ്റർ 1 എന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഇന്ന കാലഘട്ടം കാണിക്കുന്നു, അത് കഴിഞ്ഞ് പ്രസന്റ് ടൈമിൽ വരുന്നു. ചാപ്റ്റർ 2 എന്ന് പറയുമ്പോൾ അടുത്ത കാലഘട്ടം കാണിക്കുന്നു. സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ചില ഫ്ലാഷ് ബാക്ക്, ഒരു സെക്കൻഡ് ഹാഫിലുള്ള ഒരു ചില ഫ്ലാഷ് ബാക്ക് സീക്വൻസുകൾ മാത്രമാണ് നമ്മൾ പിന്നെ എഡിറ്റിൽ പിന്നെ മാറ്റി നോൺ ലീനിയർ ആക്കിയത് തന്നെ. അതല്ലാതെ മോസ്റ്റ്ലി സ്ക്രിപ്റ്റിൽ തന്നെ ഐഡിയ ഉണ്ടായിരുന്നു ഗണേഷിന്, ഇങ്ങനെ വരണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പൊ സെക്കൻഡ് ഹാഫിൽ ഈ പറയുന്ന പോലെ നേരത്തെ ഉള്ള കുറെ സീക്വൻസുകൾ നമ്മൾ മോണ്ടാഷസ് ഒക്കെ ആയിട്ട് മാറ്റി എന്നുള്ളതല്ലാതെ വേറെ നോൺ ലീനിയർ ആയിട്ട് നമ്മൾ എഡിറ്റിൽ അങ്ങനെ അധികം ചെയ്തിട്ടില്ല. നോൺ ലീനിയർ വേറെ കഥാപരമായിട്ട് മാറ്റിയിട്ടില്ല. നമ്മൾ സ്ക്രിപ്റ്റിൽ തന്നെ ഗണേഷിന് ഉണ്ടായിരുന്നു ആ ഒരു ഐഡിയ. ഈ ദേശീയ അവാർഡ് കിട്ടുമ്പോൾ ഏറ്റവും ഇപ്പോ ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷം വരുന്ന ചർച്ചകളാണല്ലോ ഈ എന്താണ് അവര് ഉദ്ദേശിക്കുന്ന മാനദണ്ഡം. ഇപ്പോ സഹനടൻ വിജയരാഘവൻ ആ പുരസ്കാരത്തിനായാലും ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി എല്ലാത്തിലും ചർച്ച ചെയ്യുന്ന എന്താണ് മാനദണ്ഡം എന്ന് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ? അങ്ങനെ ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? എന്താണ് ഒരു മാനദണ്ഡം എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്? അത് ആക്ച്വലി ഞങ്ങൾക്ക് അത് അറിയാൻ പറ്റിയിട്ടില്ല, അറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന്. അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. സോ അതിനെക്കുറിച്ച് എന്താ പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ, എന്ത് മാനദണ്ഡത്തിലാണ് അവരത് നോക്കുന്നതെന്ന്. മേ ബി അവിടെ ചെല്ലുമ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എഡിറ്റിംഗിൽ AI-യുടെ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ AI എഡിറ്റേഴ്സിനെ റീപ്ലേസ് ചെയ്യുമോ തുടങ്ങിയ ചർച്ചകളുണ്ട്. അത് എല്ലാ ടെക്നിക്കാലിറ്റിയിലും വരുന്ന സംഗതിയാണ്. മ്യൂസിക് പ്രൊഡക്ഷൻ തൊട്ട് ബാക്കി കളറിംഗ് തൊട്ട് എല്ലാത്തിനും വരുന്നതാണ്. എഡിറ്റിംഗിൽ ഇതിന്റെ സാധ്യതയെ കുറിച്ച് പേഴ്സണലി എന്താ ഒരു ടേക്ക്? എഡിറ്റിംഗിന് അതിന്റെ സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ആക്ച്വലി ഭയങ്കര ഈസി ആക്കും. AI റീപ്ലേസ് ചെയ്യും എന്ന് കാര്യം എപ്പോഴും ഒരു ഹ്യൂമൻ ടച്ച് ഉണ്ടെങ്കിൽ അതിന് വേറൊരു ക്രിയേറ്റീവ് മൈൻഡ് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് വളരെ ഈസി ആക്കി ചെയ്യാൻ പറ്റും AI കാരണം. കാര്യം ചില ഇപ്പോൾ മ്യൂസിക്കിലൊക്കെ അത് ഭയങ്കരമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എഡിറ്റിംഗ് ആക്ച്വലി അവർ എക്സ്പ്ലോർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ബേസിക് എഡിറ്റിങ്ങിന്റെ ഒരു AI ഫോം ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ജസ്റ്റ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്
നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ നോർമലി ചെയ്ത് കട്ട് ചെയ്ത് തരും. തരും. വോയിസ് അവർ അനലൈസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് തരും. പക്ഷെ അതല്ലാതെ ഒരു അതിന്റെ ഒരു എക്സ്ട്രീം വേർഷനിലേക്ക് എഡിറ്റിംഗിൽ AI ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷെ വരും, ഉറപ്പായിട്ടും വരും. അപ്പം അത് വരുമ്പോൾ എന്തൊക്കെ പോസിബിലിറ്റീസ് നമുക്ക് നോക്കേണ്ടി വരും. കംപ്ലീറ്റ്ലി ഒരു ഹ്യൂമൻ ലേബർ റീപ്ലേസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ടച്ചും കൂടെ അതിൽ വരുമ്പോഴാണ് കംപ്ലീറ്റ്ലി ഒരു പുതിയ കാര്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം AI ലേണിംഗ് ആണല്ലോ. നമ്മൾ എന്താണോ അവിടെ കൊടുക്കുന്നത് അതാണ് AI ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹ്യൂമൻസ് ലേൺ ചെയ്യുന്നത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ AI അതിനനുസരിച്ച് ലേൺ ചെയ്തുകൊണ്ടിരിക്കും. അത് ആക്ച്വലി വർക്ക് നമുക്ക് പല ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അതൊരു കൊളാബറേറ്റീവ് വർക്കായിട്ട് ഫ്യൂച്ചറിൽ വരും എന്നുള്ള രീതിയിലാണ് വിശ്വസിക്കുന്നത് ഞാൻ. ഒരു ഫീൽഡിലും കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും അത് ഈ പറഞ്ഞ പോലെ ഒരു കൊളാബറേറ്റീവ് ഫേമായിട്ട് വരും. അത് തന്നെയാണ് ആക്ച്വലി എന്താ പറയുക ഹെൽപ്ഫുള്ളും എല്ലാവർക്കും. ലൈക്ക് സിനിമയ്ക്ക് നല്ലതാണത്. പല കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് കാര്യം. പൂക്കാലം ടീമിന്റെ ഭാഗത്ത് നിന്ന് ബാക്കി കോൾസും കമ്മ്യൂണിക്കേഷൻ എന്തായിരുന്നു? ദേശീയ അവാർഡ് നേടിയെന്ന ഇതിന് ശേഷം ഇൻഫർമേഷൻ വന്നതിന് ശേഷമുള്ളത്? എല്ലാവരും വളരെ ഹാപ്പിയാണ്. കുട്ടേട്ടന് കിട്ടിയതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. ലൈക്ക് പുള്ളിയുടെ ഈ പറയുന്ന പോലെ ഇത്രയും വർഷത്തെ ഹാർഡ് വർക്ക്, അതിനൊക്കെ ഒരു റിസൾട്ട് പൂക്കാലത്തിൽ കൂടെ കിട്ടി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഗണേഷ് വളരെ ഹാപ്പിയാണ്. കാര്യം 2023 ഇറങ്ങി സിനിമ ഓഡിയൻസിലേക്ക് നമുക്ക് വിചാരിച്ച പോലെ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും OTT വന്നപ്പോഴത്തേക്കും അതിന് നല്ല റിസീവ് ആയിരുന്നു റിവ്യൂസും എല്ലാവരും തന്നത്. സോ അത് കഴിഞ്ഞിട്ട് 2 years കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇയർ സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. കുട്ടേട്ടന് സ്പെഷ്യൽ മെൻഷൻ ഉണ്ടായിരുന്നു. സോ അത് ഈ വർഷം ബെസ്റ്റ് ആക്ടറും കൂടെ കിട്ടി, അതിൻ്റെ കൂടെ ബെസ്റ്റ് എഡിറ്റിംഗും കൂടെ കിട്ടിയപ്പോഴത്തേക്കും ആക്ച്വലി എല്ലാവരും വളരെ ഹാപ്പിയാണ്. അതെ ബോണസ് ആണ്. അതൊരു ബോണസ് ആയിട്ട് ഞാൻ കരുതുന്നു. അതെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഇനിയുള്ള യാത്രയ്ക്കും എല്ലാവിധ താങ്ക് യു അഖിൽ, താങ്ക് യു സോ മച്ച്.